ഹലോ ഫ്രണ്ട്സ്, കാറ്റത്തെ കിളിക്കോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഹരീഷും സുധീഷും കൂടെ നേരെ നീതുവിൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് അവിടെ വന്ന് വീടെല്ലാം നോക്കുകയാണ്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് കയറി വന്നത് ആളില്ലാത്ത സമയത്ത്? നിങ്ങളുടെ മകൻ ഞങ്ങളുടെ വീട്ടിൽ ആരുമില്ലാത്ത സമയത്താണല്ലോ കയറി വന്നത് എന്നിവർ തിരിച്ചും പറയണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ അതിന് കാരണവുമുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കിനും അഖിൽ വരുവാണ് കേട്ടോ, നീതുവിൻ്റെ സഹോദരൻ. ഇവരെ കാണുമ്പോൾ അഖിലിന് ദേഷ്യം പിടിക്കുകയാണ്. എന്തിനാടാ നീ ഇതിനകത്തൊക്കെ കയറി വന്നതെന്ന് ചോദിക്കാം. മതിയടാ മതി, നീ ഇങ്ങനെ ചൂടാവാതെ സമാധാനപ്പെട്. ഇന്നലെ നീ ഞങ്ങളുടെ വീട്ടിൽ വന്ന് കിടന്നുകൊണ്ടൊരു ഷോയൊക്കെ കാണിച്ചല്ലോ. അപ്പോൾ നീ എന്താ അവിടെ വന്നിട്ട് പറഞ്ഞത്? ഈ വീടെന്നിങ്ങനെ കൊള്ളില്ല, ഇടിഞ്ഞ് വീഴാറായ പൊളിയാറായ എൻ്റെ വീട് എന്നൊക്കെ നീ പറഞ്ഞില്ലേ? ആ വീട്ടിലേക്കാണോ എൻ്റെ പെങ്ങളെ പറഞ്ഞയക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഒത്തിരി അങ്ങ് ആക്ഷേപിച്ചിട്ട് പോയല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞവൻ്റെ വീട് എങ്ങനെയുണ്ടെന്ന് നോക്കണമല്ലോ. അതുകൊണ്ട് മാത്രം ഞങ്ങളൊന്ന് വന്നതാ. ഞങ്ങളിവിടേക്കൊന്ന് നോക്കട്ടെ. എടാ, നിന്നോടൊക്കെ പറഞ്ഞത് ഇറങ്ങി പോകാനെന്നാക്കില്ല പറയട്ടോ. അപ്പോൾ സുധീഷ് പതിയെ അഖിലിനെ തോളി പിടിച്ചിട്ട് പറയണ്ട, അതെ ഞങ്ങൾ വന്നത് നടപ്പാക്കിയിട്ടേ പോവുള്ളൂ. നീ ചൂടാവാതെ. നീ എന്തോന്നടാ കഴിക്കുന്നത്? വല്ല മയക്കുമരുന്നോ കഞ്ചാവോ വല്ലതും കഴിക്കുന്നുണ്ടോ? നിൻ്റെ വരവും പോക്കും ഒന്നും ശരിയല്ലല്ലോ എന്നിങ്ങനെ പറയാട്ടോ. എന്നിട്ട് പറയാം, നിങ്ങൾ ഈ താമസിക്കുന്ന വീട് വാടക വീടാ അല്ലേ? വാടക വീട്ടിൽ താമസിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല, അത്ര നാണക്കേടുമില്ല. പക്ഷേ നിൻ്റെ പെണ്ണിനെ പ്രേമിക്കുന്ന എൻ്റെ അനിയനില്ലേ, അവന് സ്വന്തമായിട്ടൊരു വീടുണ്ട്. ഒന്നുമില്ലെങ്കിലും വാടകയ്ക്കല്ല അവൻ താമസിക്കുന്നത്. ഇച്ചിരി പഴയതാണെങ്കിലും സ്വന്തം വീടാണ്. പക്ഷെ നിനക്കങ്ങനെയല്ല, സ്വന്തമായിട്ടൊരു വീടോ ഒന്നുമില്ല. എന്നിട്ട് ഇവിടെ വന്ന് ഈ ഒരു വാടക വീട്ടിൽ കിടന്നിട്ടാണോ ഞങ്ങളെ വന്ന് കുറ്റം പറഞ്ഞത്? നീ ആൾ കൊള്ളാവല്ലോടോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് തുടങ്ങാട്ടോ. എന്നിട്ട് പറയണടാ, ഇനി എന്തൊക്കെ പറഞ്ഞാലേ എൻ്റെ സഹോദരി ഇവൻ കാണുകയും മിണ്ടുകയും ചെയ്താലേ അതോടുകൂടി എല്ലാം ഞാൻ തീർക്കുമെന്നാകിൽ പറയാം. അപ്പോഴേക്കും ഹരീഷ് പറയണ്ട, ഞാൻ നിങ്ങളുടെ മകളല്ലേ എന്നെ ഇഷ്ടമൊന്നും പറഞ്ഞ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ മകൾക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ എനിക്കും അവനെ ഇഷ്ടം തന്നെയാണ്. കല്യാണം കഴിക്കണമെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ കല്യാണം കഴിക്കുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ നീതു അങ്ങനെ പറഞ്ഞു കൊടുക്കുക ഹരീഷേ, എനിക്കും ഇഷ്ടമാണെന്നങ്ങ് പറയാം. എടീ മിണ്ടാതിരുന്നോ നിൻ്റെ വായും വെച്ചും കൊണ്ട്, അവൾ കൊള്ളാലോ ആളെന്നും പറഞ്ഞ് അമ്മ വഴക്ക് പറയാട്ടോ. അങ്ങനെ അഖിലിന് ദേഷ്യം വരുന്നുണ്ട്. അഖിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാങ്കളിയാവുന്നുണ്ട്. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നല്ല പോലെ അടി കൂടുവാണ്. ഈ സമയത്ത് അമ്മ പോയി ഇടപെട്ട് അവസാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നീതു ഹരീഷിനോട് പറ, ഹരീഷ് നിൻ്റെ ഏട്ടനോട് സംസാരിക്കുന്നതൊക്കെ നിർത്താൻ പറ, മതി പറഞ്ഞതൊക്കെ ആവശ്യത്തിലധികം പറഞ്ഞല്ലോ, മതി എന്ന് പറയാം. എല്ലാം കഴിഞ്ഞ് ഇവർ പുറത്തേക്ക് പോകണം കേട്ടോ. ഇതിൻ്റെ പേരിൽ നിങ്ങളിനി ഞങ്ങളോട് വഴക്കൂടാൻ അങ്ങോട്ട് വന്നേക്കരുത് പറഞ്ഞു കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർ പിരിയാണ്. നീതുവിനെ അച്ഛനും അമ്മയും കൂടെ ശരിക്കും പൊരിക്കുന്നുണ്ട് കേട്ടോ. നീ എന്തോ അടി കേട്ടോണ്ട് നിന്നത്? ഞങ്ങൾ വീട്ടുകാരെ പിന്നെ ഈ വീടിനെ കുറിച്ചൊക്കെ മോശം പറഞ്ഞാൽ നീ കേട്ടില്ലേ? ഇതുപോലെ തന്നെയല്ലേ ഇവിടുന്ന് ഈ എൻ്റെ ഏട്ടൻ എന്ന് പറഞ്ഞ ആളും അവിടെ പോയി പറഞ്ഞത്. അതുകൊണ്ടാണ് അവരങ്ങനെയൊക്കെ പറഞ്ഞത്. അത് ശരി, സ്വന്തം വീട്ടുകാരെയും വീടിനെയും ഒക്കെ ഇത്രയും കുറ്റം പറഞ്ഞിട്ടും നിനക്ക് അവൻ തന്നെ മതി അല്ലേ? അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് നീതു അവിടെ നിന്ന് എണീറ്റ് പോവാട്ടോ. വരുന്ന വഴിക്ക് ഹരീഷും സുധീഷും ആലോചിക്കുന്നുണ്ട്, എടാ നമ്മളിപ്പം അവിടെ പോയി വഴക്കുണ്ടാക്കിയത് ഇച്ചിരി കൂടിപ്പോയിട്ടൊന്നും ഇല്ലല്ലോ എന്ന് ഹരീഷ് ചോദിക്കുകയാണ്. സുധീഷ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എടാ നമ്മളവിടെ പോയി വഴക്കിനല്ലല്ലോ പോയേ, അവൻ ഞങ്ങളെ വീട് വന്ന് നോക്കി അഭിപ്രായം പറഞ്ഞു, നമ്മൾ അവൻ്റെ വീട് നോക്കി പോയി അഭിപ്രായം പറഞ്ഞു, ഇത്രയല്ലേ ഉള്ളൂ എന്നും പറഞ്ഞ് അവർ വീട്ടിലേക്ക് വരും കേട്ടോ. വീട്ടിൽ വന്ന് കുറച്ച് സമയമൊക്കെ കഴിയുമ്പോൾ തന്നെ നമ്മുടെ നിധിയാണെങ്കിൽ കിച്ചണിൽ ഓരോ പാചകങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് അവർ തമ്മിലിങ്ങനെ സംസാരിക്കാൻ കേട്ടോ. ഇപ്പോൾ ഇവർ രണ്ടുപേരും രാവിലെ എവിടെ പോയെന്ന് ചോദിച്ചിട്ട് സുധീഷ് ചോദിക്കുകയാണ്, സുമേഷ് വന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ പറയാം, ഞങ്ങൾ വഴക്കിനും ഭക്ഷണത്തിനൊന്നും പോയതല്ല, അങ്ങോട്ടേക്ക് തന്നെയാണ് പോയത്. നമ്മളെ വീട് ഇങ്ങനെയൊക്കെ വന്ന് കുറ്റം പറയുന്നില്ല, അപ്പോൾ അവരുടെ വീടും എങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഒന്ന് നോക്കാൻ പോയി, അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ പുറത്ത് വലിയ ശബ്ദം കേൾക്കുക കേട്ടോ, വഴക്ക് കൂടുന്ന ശബ്ദം. നോക്കുമ്പോൾ ഇവിടെ നീതുവിൻ്റെ അച്ഛനും അമ്മയും വന്ന് നിൽപ്പുണ്ട്. പുറത്ത് നിൽക്കുന്ന നമ്മുടെ ഭാസ്കരനോട് ശരിക്കും വഴക്ക് കൂടുക. ഭാസ്കരന് ദേഷ്യം വരുന്നുണ്ട്. നീ ആരാടാ ഞങ്ങൾ പറയാനായിട്ട്? അതിനു വേണ്ടി ആയിട്ടുണ്ടോ? നീയേ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്നവനാ, പക്ഷേ ഞാൻ ലോറി ഓടിക്കുന്നവനാണ്. പിന്നെ നിനക്ക് എന്നെ തൊടാൻ പോലും പറ്റില്ല, ഇത് ബോഡി വേറെയാണ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ വെത്തി നേർന്ന് നിൽക്കുകയാണ്. നിങ്ങളുടെ മകനോട് പറഞ്ഞേക്കണം എൻ്റെ മകളുടെ പിന്നാലെ നടക്കരുത്, പ്രേമമൊക്കെ അങ്ങ് നിർത്തിക്കൊള്ളണമെന്ന്. അപ്പോൾ ഭാസ്കരൻ പറഞ്ഞിട്ട്, അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മകളുടെ അടുത്ത് പോയി പറഞ്ഞോളൂ, അവൾക്ക് അവനെ ഇഷ്ടമാണെങ്കിൽ അവനെ കെട്ടണമെങ്കിൽ കെട്ട് തന്നെ ചെയ്യും, അങ്ങനെ ഇപ്പോൾ സമ്മതിക്കാൻ പറ്റത്തില്ല. പിന്നെ വീടിനകത്ത് വന്ന് തന്നെ ഇവിടെ വന്നിരുന്ന് വഴക്കുണ്ടാകേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയാം. അപ്പോൾ ഇവർ പറയുന്നത്, നിങ്ങളുടെ മക്കൾ ഞങ്ങളുടെ വീട്ടിൽ വന്ന് കിടന്ന് വഴക്കുണ്ടാക്കാൻ വന്നു എന്ന് പറയാം കേട്ടോ. അപ്പോഴാണ് സുധീഷും സുമേഷും എല്ലാവരും കൂടെ ഇറങ്ങി വന്നിട്ട് പറയുന്നുണ്ട്, ഹരീഷും പറയാം, നിങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ വഴക്കിനല്ലല്ലോ വന്നത്, നമ്മൾ സമാധാനമായിട്ട് സംസാരിക്കാൻ വന്നത്, നിങ്ങളങ്ങനെ ആക്കി വെക്കുകയല്ല ചെയ്തത്. എടാ ഞങ്ങളൊരു കാര്യം പറഞ്ഞേക്കാം, ഈ കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണും ഈ കുടുംബത്തിലേക്ക് ഒരു പെണ്ണും വാഴില്ലാന്ന് നാട്ടുകാർ മുഴുവനും പറയുന്നു. ഈ കുടുംബത്തിലേക്കാണോ എൻ്റെ മോളെ പറഞ്ഞേക്കേണ്ടത്? നീയൊക്കെ ചത്ത് കിടന്ന് എന്തൊക്കെ ചെയ്താലും ശരി തന്നെ, എൻ്റെ മോളെ ഇവനെ കൂടെ അയക്കത്തുമില്ല, ഞങ്ങൾ ഈ പൊളിയാറായ വീട്ടിലേക്ക് പറഞ്ഞു വിടത്തുമില്ല എന്ന് പറയാം.
പക്ഷേ ഇവരും പറയുന്നുണ്ട് എൻ്റെ വർക്ക്ഷോപ്പിലേക്ക് നിങ്ങളുടെ മകൾ വരുവാണെങ്കിൽ ഞാൻ മിണ്ടുകയും കാണുകയും പ്രേമിക്കുകയും ഒക്കെ ചെയ്യുമെന്ന്. അങ്ങനെ അവിടെ ഒരു വലിയ അടിയായിട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉന്തും തള്ളും പ്രശ്നമായി. അപ്പോൾ നിധി എന്താ ചെയ്യുന്നത് വെച്ചാൽ സുധീഷിനെ കൈയും പിടിച്ചുകൊണ്ട് അകത്തേക്ക് പോയിട്ട് സുധീഷിങ്ങി വാ, ഞാൻ ഊരി തന്ന താലി എന്തെയും ചോദിക്കാട്ടോ. അപ്പോൾ സുധീഷിനൊരു അത്ഭുതം, എടുത്തിട്ട് വാന്ന് പറയാം. അങ്ങനെ സുധീഷാണെങ്കിൽ ആ താലി എടുത്തുകൊണ്ട് കൊടുക്കുകയാണ്. എന്തിനാന്ന് ചോദിക്കുമ്പോൾ അതിങ്ങനെയൊക്കെ ഉണ്ട്, കാര്യമുണ്ട്. അങ്ങനെ നിധി അതിനെടുത്ത് കഴുത്തിലിടുകയാണ് കേട്ടോ. അതൊക്കെ കാണുമ്പോൾ സുധീഷിന് ഭയങ്കര സന്തോഷമാവുകയാണ്. അങ്ങനെ അതും കൊണ്ട് വെളിയിലേക്ക് വരികയാണ്. എന്നിട്ട് ഇവിടെ നിൽക്കുന്ന വഴക്കിൻ്റെ ഇടയിലേക്ക് വന്നിട്ട് നിധി പറയും, നിർത്ത്, ഇനി ഒറ്റ അക്ഷരം മിണ്ടി പോകരുത്. നിങ്ങൾ എത്രയും നേരം ഇവിടെ കിടന്നുകൊണ്ട് വർത്തമാനം പറഞ്ഞല്ലോ, ഒന്ന് നിർത്തിക്കേ, ഇനി ഞാൻ സംസാരിച്ചോളാം എന്ന് നിധി പറയാട്ടോ. എന്നിട്ട് പറയണ്ട, നിങ്ങളുടെയൊക്കെ പ്രശ്നം എന്താണ് പറ. ഈ വീട്ടിൽ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെണ്ണ് വാഴില്ല എന്ന് നാട്ടുകാർ മുഴുവനും പറയുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ മകളെ ഇങ്ങോട്ട് അയക്കില്ല എന്നല്ലേ നിങ്ങളിപ്പോൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ 4 മാസത്തോളം കഴിഞ്ഞു ഞാൻ ഈ സുധീഷിനെ വിവാഹം കഴിച്ച് ഇവിടെ വന്നിട്ട് ഭാര്യയായിട്ട്. ഈ വീട്ടിൽ എനിക്ക് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല, നല്ല രീതിയിൽ തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ വന്നപ്പോൾ ഈ നാട്ടുകാരെല്ലാവരും പറഞ്ഞു അധിക ദിവസം ഞാനിവിടെ ഉണ്ടാവില്ലെന്ന്. ഞാനിവിടെ ഇത്രയും ദിവസം നിന്നില്ലേ, പിന്നെ നിങ്ങൾക്കൊക്കെ എന്താ പ്രശ്നം എന്ന് പറയുമ്പോൾ ബാക്കി എല്ലാവരും അങ്ങ് സന്തോഷത്തോടെ നിൽക്കട്ടോ. എല്ലാവർക്കും സപ്പോർട്ടായിട്ട് നീതി മുന്നിൽ നിന്ന് അങ്ങനെ പറഞ്ഞ് അഴകൂടാൻ വന്ന നീതുവിൻ്റെ അച്ഛനും അമ്മയും ആകെ പ്ലിങ്ങായി തിരിച്ചു പോവേണ്ട ഗതി വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് എപ്പിസോഡിലെ ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്